ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ പച്ചരി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിനൊട്ടും തന്നെ എണ്ണ വേണ്ട, മാത്രമല്ല 2 ചേരുവകൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് പച്ചരി വേണം. 1.5 കപ്പ് പച്ചരി രാത്രി തന്നെ കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇപ്പോൾ കഴുകിയ പച്ചരി ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഇത് അരച്ചെടുക്കണം. കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ ഫൈൻ പേസ്റ്റ് ആക്കരുത്, അങ്ങനെയൊക്കെ ശരിയാവില്ല. അപ്പോൾ നമ്മളിത് നിർത്തി വേണം അരച്ചെടുക്കാനായിട്ട്. കാരണം പച്ചരി നല്ലപോലെ കുതിർന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ നിർത്തി ഇതുപോലെ അരച്ചെടുക്കാൻ, നല്ല തരി പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ സ്പൂണിൽ കാണാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് തരിയൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ രാത്രി തന്നെ അരി കുതിർക്കാൻ വെക്കുക, അല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരു 4 മണിക്കൂർ മുമ്പേ കുതിർത്താലും മതി. ഒരു ചീനച്ചട്ടി എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ഇനി വെള്ളത്തിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ചൊരു ഉപ്പ് രസം കാണണം. ഉപ്പ് ഒരുപാട് കൂടിപ്പോയരുത്. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന മുമ്പായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തരിയൊക്കെ അടിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് മാത്രം തീ കുറച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് മതി. നല്ലപോലെ തന്നെ കട്ടിയായി കിട്ടും, നന്നായിട്ട് ചേർന്ന് കിട്ടും. അപ്പോൾ അരയ്ക്കുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് നൈസ് ആക്കരുത്, അങ്ങനെ ആക്കിയാൽ ഇത് ശരിയായിട്ട് കിട്ടില്ല. നല്ല തരി പോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് തന്നെ ചേർന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവാകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വെള്ളം മുഴുവനും വറ്റി ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോൾ നമുക്ക് കൈ തൊടാൻ പാകത്തിനുള്ള ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാടങ്ങ് തണുക്കണ്ട, കുറച്ചൊന്ന് നമുക്ക് കയ്യിലൊക്കെ എടുക്കാൻ പാകത്തിനുള്ള ചൂടായാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പൂൺ എടുക്കാം. അപ്പോൾ ഒരേ അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂണാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കയ്യിൽ തന്നെ കുറച്ച് മാവെടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയെടുത്താൽ മതി. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ തടവിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ച് നമുക്ക് എടുക്കുമ്പോൾ എല്ലാ ബോൾസും ഒരേ സൈസിൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ എടുത്ത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. പിന്നെ ഒരുപാട് വലിയ സൈസിലാക്കരുത്, മീഡിയം സൈസ് ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ വേണം ഓരോന്നും റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോൾ അത്ര ചൂടൊന്നുമില്ല കേട്ടോ, കുറച്ച് തണുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. തണുത്തതിന് ശേഷം വേണമെങ്കിലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ വേണമെങ്കിൽ നേരിട്ട് നമുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഴയില വെച്ചിട്ട് വയ്ക്കാം. വാഴയില വെച്ചിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോ ബോൾസും സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വേവിച്ചെടുത്തതാണ്, എന്നാൽ പോലും ഇത് സ്റ്റീം ചെയ്തെടുക്കണം, എന്നാലേ ശരിക്കും ഇത് വെന്ത് കിട്ടുള്ളൂ. ഒരു പകുതി വേവ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്താലേ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ സ്റ്റീമറിലിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബോൾസും വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം, എന്നാലേ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്ര നേരം കഴിഞ്ഞാലും ഇതുപോലെ സോഫ്റ്റായിരിക്കും. ഏത് തരം സ്പൈസി ആയിട്ടുള്ള കറിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചട്നിയുടെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കറിയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ജീരകവും കൂടി നമ്മൾ വേവിക്കുന്ന സമയത്ത് ചേർത്താൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.